പൂരം കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടിവിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു ഇനി അടുത്ത വർഷം ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് മാതിരിയല്ലേ? അപ്പൊ പറഞ്ഞു കൂടാ, അതിനെന്താന്ന് ചോദിച്ചു. അപ്പഴാ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത്. ഇങ്ങനെയും പ്രപ്പോസ് ചെയ്യാട്ടോ. ഞങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി പ്രപ്പോസൽസ് ഇഷ്ടമാണ്. ഇത് എത്ര പേർക്ക് ഈ പൂരം കാണാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഇത് മാത്രമാണോ വീട്? അവൾക്ക് മാത്രം. എന്നിട്ട് പൂരം കാണിച്ചോ? കല്യാണത്തിന് മുന്നായിരുന്നു പൂരം. അപ്പൊ കാണാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അടുത്ത വർഷത്തെ പൂരം ഒരുമിച്ച് കാണാൻ പറ്റും. എങ്കിലും എങ്ങനെ നിങ്ങൾ ആദ്യം കണ്ടുമുട്ടണേ? ഞങ്ങള് മറ്റേ എന്താ സൂന് ആദ്യമായിട്ട് കാണണേ. രണ്ട് മറ്റേ എന്ത് ഒഴിവായി കിടക്കുന്നുണ്ടായിരുന്നു ഫോണ്. ആ അവസ്ഥയായിരുന്നു ഞങ്ങള്. അവിടെ പോയി കണ്ടു, സംസാരിച്ച് ചായ കുടിച്ചു. അങ്ങനെ സത്യത്തിന് പുള്ളിനെ ഞാൻ പരിചയപ്പെടുന്നത് എന്തോ ലെറ്റർ കവിത എഴുതിയിട്ടാണ്. കവിത തന്നെ തോട്ട്സ് എഴുതിയിട്ട് കോട്സ് എഴുതിയതിനു ശേഷം ഞാൻ കണ്ട് ആ കുട്ടി നന്നായി രസമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് തോന്നുന്നു, എന്തായാലും പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടു. അത് കണ്ടിട്ട് ഞാൻ ഇപ്പൊ എനിക്കില്ലായിരുന്നു. ശരിക്കും അത് എന്ത് കോഴ്സ് ആയിരുന്നു ആള് കണ്ടിട്ട് ഇത്ര പ്രശംസിച്ചേ? പറയണ്ട. ഈ ക്രിയേറ്റീവ് ആയിട്ട് ആള് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇപ്പം ആക്ടർ ആണ്. ഇപ്പൊ അതിനുശേഷം ഇനി ആവേശം റിലീസിന് ശേഷമാണോ നിങ്ങൾ ഈ പറഞ്ഞ പ്രപ്പോസൽസ് നടക്കണേ? മുന്നേ ഉണ്ട്. വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്താ ഇഷ്ടപ്പെട്ടെ? ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു സങ്കല്പം ഉണ്ടാവില്ലേ, ഇന്നാളെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ സങ്കല്പം എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. എന്തുവാ എല്ലാത്തിനും കൂടെ നിൽക്കണമെന്ന് ഒരാളായിരിക്കണം, എല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന്, അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും സങ്കല്പം ഉണ്ടായിരുന്നോ? അത് നമ്മുടെ കൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ളത് ഇതുണ്ടാവണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ എപ്പോഴും നമ്മുടെ അച്ഛൻ അനിയന്മാരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി അന്ന് നമ്മുടെ കൂടെ തന്നെ നിന്ന് വലിയ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അങ്ങനെയുള്ള പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ആവേശം ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഡിപ്രഷൻ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്തൊക്കെ ഇപ്പം വിളിച്ച് പറഞ്ഞിട്ട് ഭയങ്കര മറ്റേ കൗൺസിലിങ്ങാണ് അവിടെ നിന്ന് ഇങ്ങോട്ട്, മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് ആളെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കൂടെ നിർത്തിക്കൂടാ എന്നുള്ള ആ ഒരു സംഭവം എനിക്ക് അപ്പം തോന്നി. അപ്പം തന്നെ ഞാൻ പറഞ്ഞ്. എത്ര വർഷത്തെ പ്രണയമായിരുന്നു നിങ്ങളെ? 2 വർഷം. 2 വർഷം. ഈ 2 വർഷം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പാർവതി കൂടെ തന്നെ കട്ടക്ക് വെക്കുന്ന ഒരാളായിരുന്നോ? അത് പറയാനൊന്നും അങ്ങനത്തെ ഒരാളാണോ? ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ ഇപ്പൊ ഭയങ്കര ക്വൈറ്റ് ആയിട്ട് സംസാരിക്കണേ. എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാ എന്റെ കാര്യങ്ങൾക്ക്. അപ്പൊ ഞാനും തിരിച്ച് അതേപോലെ ചെയ്യണ്ടേ. സിമ്പിൾ